ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൂപ്പ് നിങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കാനെന്ന് ആലോചിച്ചപ്പോഴാണ് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഓർമ്മ വന്നത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് തന്നെ ഈ റൈസ് നമ്മൾ നല്ലോണം കഴുകിയിട്ടുണ്ട്. കഴുകിയ റൈസ് ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പം ഇതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസോ അങ്ങനത്തെ ഒക്കെ റൈസ് വേണമെങ്കിലും നല്ല ടേസ്റ്റ് ആവും. നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന നോർമൽ റൈസാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ റൈസ് വേവിക്കാനുള്ള സമയത്ത് നമ്മളിപ്പം എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ട്, ഗാർലിക് കട്ട് ചെയ്തിട്ടുണ്ട്, ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ അങ്ങനത്തെ വെറൈറ്റി ഉള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഓണിയൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഉണ്ടാത്തത്. നമുക്കപ്പം ചോറ് വെന്തിട്ടുണ്ട്, എന്താ പറയുക വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ബോയിൽഡ് ചിക്കൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വയലോട്ട് പോയിട്ടുണ്ട്. അതല്ലാതെ ഇത്രേ ഉള്ളൂ. അതിൽ ഇത്രയും കിട്ടിയെന്നുള്ളത് തന്നെ ഭാഗ്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി പാത്രം എടുത്തില് എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഗാർലിക് ഇടണം. ഗാർലിക് ഇട്ടിട്ട് പട്ടാണി ഇടണം, മറ്റേ ബീൻസ് ഇടണം. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ക്യാരറ്റും ക്യാബേജും ഇടാം. നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നല്ല കൂട്ടി വെക്കണം. ചൈനീസ് ഡിഷ് എന്നൊക്കെ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ 4 സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മളിപ്പോൾ മുട്ട ഒന്ന് ഉടച്ചൊഴിക്കുവാണ്. അത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട ഒന്ന് ഉടച്ചൊഴിക്കണം സെൻറ്ററിലോട്ട്. രണ്ട് മുട്ടയാണ് ഞങ്ങൾ ഇടുന്നത്. നിങ്ങൾക്ക് എത്ര പേരാണോ ഉള്ളത് അത്രയും മുട്ട ഇടാം. നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം സ്പ്രിങ്കിൾ ഇട്ടിട്ടുണ്ട്. സോൾട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഇച്ചിരി സോസ് ഇട്ട് കൊടുക്കാണ്. അതും ഓപ്ഷണലാണ്. നിങ്ങൾ സോസ് ഇടാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചാൽ. സൈഡ് മാറ്റിയിട്ട് നമ്മൾ ഈ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉടച്ചു കൊടുത്തേക്കു. നമ്മൾ ചിക്കൻ ഒന്ന് ഇടണം. ചിക്കൻ ഇതാണ് ചിക്കൻ. നമ്മളിപ്പോൾ ചിക്കൻ ഇങ്ങനെ വെതറി കൊടുക്കുവാണ്. ഇതങ്ങനെ ഇട്ടുവാണ്. നമ്മളിങ്ങനെ വെതറി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞാൽ കുറച്ച് സോയ സോസ് ഇടാനാണ്. പക്ഷെ 3 കപ്പ് ലൈക്ക് കുട്ടി 3 ഇത് സോയ സോസ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് കാണിക്കല്ലേ. മീൻ ഫ്രൈ ചെയ്യാണ്.
അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതല്ല, വേറൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ലാസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പായി പോയി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് കഴിക്കുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ്. സൂപ്പർ. അപ്പം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. കൊളവായി, ടേസ്റ്റ് വന്ന ടേസ്റ്റായി, അത്രയല്ല. നമ്മൾ എക്സ്പെരിമെന്റ് ട്രൈ ചെയ്യണം. കൂടുതൽ ഓവറായിട്ട് സോസുകളും ഒന്നുമില്ലാതെ കുറച്ച് ഇടുമ്പോൾ നല്ലതാണ്. ഓവർ സോസ് ഒക്കെ ഇടുമ്പോൾ സോസിന്റെ ടേസ്റ്റും കുറച്ച് ലിമിറ്റായിട്ട് ഇട്ടതുകൊണ്ട് ഇത് നല്ലതാണ്. ആക്ച്വലി ലാസ്റ്റ് ടൈം എന്റെ മോൾ ഉണ്ടാക്കിയത് കുറച്ച് കുളമായി പോയി. അത് കുറച്ച് ഏറെ സോസ് ആയി പോയി. സോസ് കൂടിപ്പോയി. ആൾക്ക് സോയാ സോസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആള് സോയാ സോസ് കുറെ ഇട്ടതുകൊണ്ട് അത് കുറച്ച് കുളമായി പോയി. ഇത് നല്ലതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതല്ലാതെ ഇത് ആക്ച്വലി 5 ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഇത് ആക്ച്വലി 5 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 10-15 ഒരു അരമണിക്കൂർ എടുത്തു ഗൈസ്. അത് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ പണിക്കോട്ട് പോയി. അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ കഴുകുക ക്ലീനിങ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു പണിക്ക് പോയതുകൊണ്ട് ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും അപ്പം വിശക്കുന്നുണ്ട്. ബൈ, ഹാപ്പി സൺഡേ.